ആസ്മ രോഗം ബാധിച്ച് കട്ടിലേന്ന് എഴുന്നേക്കാൻ മേലാതെ ഇൻഹേലർ വലിച്ച് കിടന്ന വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കർത്താവ്. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനാവേ. സത്യവാ. ശ്വാസമുട്ടുള്ളവർക്കറിയാം, നേരെ കിടക്കത്തില്ല. ഒന്നെങ്കിൽ 2 തലമണ വെച്ച് പൊക്കി വെക്കണം, അല്ലെങ്കിൽ ഒരാൾ പൊക്കി നിർത്തണം. അങ്ങനെ ഹല്ലേലൂയ പൊക്കി അമ്മ ഇങ്ങനെ പിടിച്ചിട്ട് ചെസ്റ്റ് തിരുമ്മി അന്ന് രാത്രി ഞാൻ ഉറങ്ങിയത്. ഞാൻ എഴുന്നേക്കുമെന്ന് ഞാൻ പിറ്റേന്ന് നേരം വിളക്കുമെന്ന് ഞാൻ ഓർത്തിട്ടില്ല. അപ്പൊ അമ്മ ഇങ്ങനെ തിരുമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയം ഞാൻ എന്റെ ഉള്ളില്, അമ്മ കേട്ടാ നാണക്കേടാവും, കാരണം ഇത്ര ചെറുപ്പത്തിൽ യേശു എന്നൊക്കെ വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അമ്മ കേട്ട് കഴിഞ്ഞാൽ മോശമാണല്ലോ എന്ന് കരുതി ആ സമയം ഞാൻ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് യേശു എന്നൊന്ന് ഉള്ളിൽ വിളിച്ചത്. അമ്മ കേൾക്കുകയും അമ്മ അന്ന് നന്നായിട്ട് കരഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ച അമ്മ കരയുമായിരുന്നു. അന്ന് ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല, വേറൊന്നും ഞാൻ പറഞ്ഞില്ല. യേശു എന്ന് മൊത്തം വിളിച്ചുമില്ല. ഈ അസുഖം കാരണം വാ തുറന്ന് വിളിക്കാൻ പറ്റത്തില്ല. അല്ലെ ആ ട്യൂൺ മാത്രമേ വന്നുള്ളൂ. ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന, എന്റെ ശബ്ദപരിധി കേൾക്കുന്ന എല്ലാരോടും ഞാൻ പറയാം, നീ ഒളിച്ചിരുന്ന് വിളിച്ചോ, നീ ഒളിച്ചിരുന്ന് വിളിച്ചോ. നിന്റെ ഏത് അവസ്ഥയിലും നീ ഒളിച്ചിരുന്ന് വിളിച്ചോ. ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണ്ട, ആരുടെ മുമ്പിൽ നീ വരണ്ട. അല്ലെങ്കിൽ നീ ഒളിച്ചിരുന്ന് നിന്റെ മുറിയിലിരുന്ന് കരയുന്ന കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയെ ചൊല്ലി കരയുന്ന കാണുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരത്ര യേശു. നിന്റെ പേര് നിന്റെ മാതാപിതാക്കൾ വിളിക്കുന്നതിന് മുമ്പ് നിന്നെ പേർ ചൊല്ലി വിളിച്ചോന്ന ബൈബിൾ പറയുന്നത്. അങ്ങനെ ഞാനൊന്ന് വിളിച്ചതാ. പിന്നെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു അസുഖവുമില്ല. എന്നെ പരിപൂർണമായി യേശു സൗഖ്യമാക്കി. എനിക്ക് പരിപൂർണ ആരോഗ്യം എന്റെ യേശു തന്നു. ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലും ആയിക്കോട്ടെ, ഏത് രോഗത്താലും ആയിക്കോട്ടെ ഭാരപ്പെടുന്നത്, അതേ യേശുവിന്റെ ശക്തി ഇവിടെയുണ്ട്. അതേ യേശു ഇവിടെ വന്നിട്ടുണ്ട്. അവന് എന്തും ചെയ്യാം. അവന് ഒരു ലിമിറ്റും ഇല്ല, കാരണം അവൻ ദൈവമാ.